ഹലോ, നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാൻ ഒരു ശർക്കരയാണ് എടുത്തേക്കണേ. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ജീരകം ഓപ്ഷണലാണ്. ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഞാൻ തൈര് കൂട്ടിയാണ് അരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ വേവിച്ച മാങ്ങയിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ചട്ടിയിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിക്കാം. വറ്റൽ മുളകിടണേ, ഞാൻ വറ്റൽ മുളകിടാൻ മറന്നുപോയി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ആഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നല്ല ടേസ്റ്റാണ്.